ഇന്ന് നമുക്ക് ജയൻ രവിയും നിത്യ മേനോനും കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ കാതലിക്ക നേരമില്ലേ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമുള്ള നായിക വിവാഹം ചെയ്യാതെ തന്നെ IVF വഴി ഗർഭം ധരിക്കുന്നു. കുഞ്ഞിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത നായകൻ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് സ്പേം ഡൊണേറ്റ് ചെയ്യും. ഈ നായകന് ഒരു പാർട്ട്ണറും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ തന്റെ കുഞ്ഞിന്റെ അച്ഛനെ അന്വേഷിച്ചെത്തിയ നായികയ്ക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായികയായ ശ്രേയയാണ്. ശ്രേയ ഒരു ഫെർട്ടിലിറ്റി സെന്ററിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഡോക്ടറിനോട് തന്റെ പാർട്ട്ണറിന് കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല, തനിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എന്ത് ചെയ്തിട്ടായാലും തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ഡോക്ടറിനോട് പറയുന്നു. അങ്ങനെ അവർ IVF ട്രീറ്റ്മെന്റിനായി തീരുമാനിക്കും. ശ്രേയ ടേബിളിലേക്ക് കിടത്തിയിരിക്കുകയാണ്. ശ്രേയെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ആ ഒരു ട്രീറ്റ്മെന്റിനായും എത്തിയിട്ടുണ്ട്. അപ്പോഴും ശ്രേയയുടെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോവുകയാണ്. തനിക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കുമോ അതോ പെൺകുഞ്ഞായിരിക്കുമോ? ഈ കുഞ്ഞിന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ആരായിരിക്കും എന്നുള്ള ചോദ്യങ്ങളെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് കാണിക്കുന്നത്. ശ്രേയയുടെ വിവാഹത്തെ പറ്റിയൊക്കെ വീട്ടുകാർ സംസാരിക്കുകയാണ്. ശ്രേയ കരൺ എന്നൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. നീ എന്തിനാ വിവാഹത്തിന് മുൻപ് കരൺ എടുത്തു തന്ന സാരി ചുറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, അവൻ എനിക്ക് സാരി എടുത്തു തന്നു, ഞാനത് ചുറ്റി, അത്രയേ ഉള്ളൂ എന്നും ശ്രേയ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല സംഭവം. ശ്രേയയാണെങ്കിൽ ഒരു ആർക്കിടെക്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവൾക്ക് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ റെഡിയാക്കുകയാണ്. അതിന് പാസ്പോർട്ടും വിസയും ഒക്കെ എടുക്കുന്നതിനായിട്ട് അവൾ കരണമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനു വേണ്ടിയിട്ട് കൊടുത്ത സാരിയായിരുന്നു അവൾ ചുറ്റിയിരുന്നതും. എന്നാൽ വീട്ടുകാർക്കാർക്കും ഇതറിയത്തില്ലല്ലോ. കരണിനോട് ശ്രേയ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കുട്ടികൾ വേണം. എന്നാൽ കരൺ പറയുന്നത്, കുട്ടികൾ വേണോ, അതിന് ഞാൻ ഇപ്പോഴും റെഡിയാണ് എന്ന് പറഞ്ഞായിരുന്നു രണ്ടുപേരും ചിരിക്കുന്നത്. മറ്റൊരു വശത്ത് നായകനായ സിദ്ധാർത്ഥിനെ കാണിക്കും. ബാംഗ്ലൂരിൽ എഞ്ചിനീയറായിട്ടാണ് സിദ്ധാർത്ഥ് ജോലി ചെയ്യുന്നതും. സിദ്ധാർത്ഥിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു ഗൗഡയും സേതുവും. ഈ സേതുവിന് കുട്ടികൾ എന്നാൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഈ സേതു ഒരു ഗേ ആണ്. എന്നാൽ ഗൗഡയാണെങ്കിലും വിവാഹമൊക്കെ കഴിഞ്ഞു. 3 പേരും ബാംഗ്ലൂരിൽ വെച്ചാണ് പരിചയപ്പെട്ട് നല്ല കൂട്ടുകാരാകുന്നതും. സിദ്ധാർത്ഥിനാണെങ്കിലോ കുട്ടികളെ ഒട്ടും ഇഷ്ടമേ അല്ല. സിദ്ധാർത്ഥ് പറയുന്നത്, നമ്മളെ ഈ ഭൂമിക്ക് ഭാരമാ, പിന്നെ നമ്മളായിട്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അതെങ്ങനെ ഈ ഭൂമിയിൽ വളരാനാ, മാത്രമല്ല ഇനി വരുന്ന ജനറേഷൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുമോ എന്തോ, അങ്ങനെയുള്ള ടെൻഷനാണ് ഈ സിദ്ധാർത്ഥിന്. വിവാഹം കഴിഞ്ഞാൽ പോലും കുട്ടികളെ വേണ്ട എന്നൊരു മൈൻഡ് സെറ്റാണ് സിദ്ധാർത്ഥിന്. പക്ഷെ സേതു അങ്ങനെയല്ല. നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നമ്മുടെ സ്പേം ഡൊണേറ്റ് ചെയ്യണം എന്നാണ് സേതു പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സേതു ഗൗഡയും കൂട്ടി സ്പേം ഡൊണേറ്റ് ചെയ്യുവാനായി പോയി. ആ ബിൽഡിങ്ങിന് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ എന്തോ ആവശ്യത്തിനായി സിദ്ധാർത്ഥ് എത്തിയതായിരുന്നു. സിദ്ധാർത്ഥ് അവരെ രണ്ടുപേരെയും കാണും. അവരുടെ അടുത്ത് ചെന്നിട്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് സേതു കാര്യം പറയും. അങ്ങനെ സിദ്ധാർത്ഥും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്പേം ഡൊണേറ്റ് ചെയ്യുവാനായി തീരുമാനിച്ചു. 3 പേരും സ്പേം ഡൊണേറ്റ് ചെയ്യും. അവരുടെ 3 പേരുടെയും അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് മാത്രം തന്റെ പേരും അഡ്രസ്സും മാറ്റി കൊടുക്കും. സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ് ജെയിംസ് എന്നാണ്. പക്ഷേ സിദ്ധാർത്ഥ് പറഞ്ഞത് S ജെയിംസ്. പിന്നെ അഡ്രസ്സ് കൊടുത്തത് സ്ഥിരമായിട്ടിരുന്ന് കുടിക്കുന്ന ആ ഒരു ബാറിലെ അഡ്രസ്സാണ് സിദ്ധാർത്ഥ് കൊടുത്തത്. അവസാനം സ്പേമുമായി എത്തിയത് സിദ്ധാർത്ഥായിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റ്സ് ആണെങ്കിൽ ബാക്കി 2 പേരുടെ സ്പേമും ഫ്രീസ് ചെയ്യുവാനായും കൊടുത്തു. സിദ്ധാർത്ഥിന്റെ സ്പേം ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിലേക്കുമാണ് വെച്ചത്. അവിടെ എത്തിയ ഡോക്ടർ ആണെങ്കിൽ സിദ്ധാർത്ഥിന്റെ സ്പേമും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. എന്തിനെന്നാൽ നായികയായ ശ്രേയ അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു IVFനായി വന്നതും. അവൾക്ക് കുത്തിവെക്കുവാനായിട്ടാണ് എടുത്തുകൊണ്ട് പോയതും. അവിടെ നിന്നും സിദ്ധാർത്ഥും കൂട്ടുകാരും നേരെ പോയത് സിദ്ധാർത്ഥിന്റെ കാമുകിയെ നിരുപമയെ കാണുവാനായിട്ടാണ്. നിരുപമ ഒരു മോഡലായിരുന്നു. റാംവാക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന നിരുപമയാണെങ്കിൽ തനിക്ക് പാരീസിൽ പോകുവാനായിട്ടുള്ള ഒരു ഓഫർ വന്നു, മോഡലിംഗിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നത്, എന്തായാലും സന്തോഷത്തോടു കൂടി പോയിട്ട് വാ എന്നായിരുന്നു. അതേസമയം തന്നെ സേതു പറയും, ഇന്ന് ഞങ്ങൾ സ്പേം ഡൊണേറ്റ് ചെയ്യുവാനായി പോയി എന്നുള്ള കാര്യം പറയും. അത് കേട്ടതും നിരുപമ ഞെട്ടിപ്പോയി. സിദ്ധാർത്ഥിനെ മാറ്റി നിർത്തിയിട്ട്, നീ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. നിനക്ക് കുട്ടികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ നീ എന്നെ പ്രണയിച്ചത്. നീ പറഞ്ഞ ആ ഒരു ആവശ്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നീ എന്താ ചെയ്യുന്നത്? സ്പേം ഡൊണേറ്റ് ചെയ്തെന്നോ? യഥാർത്ഥത്തിൽ നിന്റെ മൈൻഡ് എന്താ എന്നൊക്കെ അവൾ ചോദിക്കുന്ന സമയത്ത് അതിനൊന്നും സിദ്ധാർത്ഥിന് മറുപടിയില്ലായിരുന്നു.
ഞാനത് അവരോടൊപ്പം തമാശയ്ക്ക് ചെയ്തതാ. എനിക്ക് കുട്ടികളൊന്നും ഒരു താല്പര്യമേ ഇല്ല. നമുക്ക് കുട്ടികളൊന്നും വേണ്ട. ആ ഒരു കാര്യം ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ. സിദ്ധാർത്ഥിനോടുള്ള സ്നേഹം കാരണമാണ് അവന്റെ ആ ഒരു ആവശ്യം നിരുപമ അംഗീകരിച്ചതും. ഒരു പെണ്ണും സഹിക്കാത്ത കാര്യമാണല്ലോ അതൊക്കെ. എന്നിട്ട് സിദ്ധാർത്ഥ് പറയുന്നത്, നീ സന്തോഷത്തോടു കൂടി പാരീസിൽ പോയിട്ട് വാ. അപ്പോൾ ഞാൻ എന്റെ ബിസിനസിന്റെ കാര്യവും ഏകദേശം സെറ്റാക്കാം. അപ്പോൾ നമുക്ക് വിവാഹവും കഴിക്കാമെന്ന് പറയുന്നു. സിദ്ധാർത്ഥ് പറയുന്നതെല്ലാം കേട്ട് അതിന് മറുപടിയൊന്നും കൊടുക്കാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നിരുപമ. നിരുപമ പാരീസിൽ പോകുന്നതിന് മുൻപ് തന്നെ അവരുടെ വീട്ടുകാർ ചേർന്ന് എൻഗേജ്മെന്റും തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് ശ്രേയയും കാമുകനായ കാരണം നല്ല സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സിദ്ധാർത്ഥിന്റെയും നിരുപമയുടെയും എൻഗേജ്മെന്റ് ദിവസം എത്തി. എൻഗേജ്മെന്റിനായിട്ട് എല്ലാവരും എത്തി. എൻഗേജ്മെന്റ് നടക്കേണ്ട സമയവുമായി. പക്ഷേ നിരുപമയെ കാണുന്നില്ല. അവളെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. അവളുടെ വീട്ടിൽ നിന്ന് പോലും ഒരാളും വന്നിട്ടേയില്ല. ആകെ ടെൻഷനിലിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അതേസമയം നിരുപമയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരും. നിരുപമയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. രാവിലെ മുതൽ അവൾ വീട്ടിലുമില്ല എന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സിദ്ധാർത്ഥ്. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടുപോയവൻ. മറ്റൊരു വശത്ത് ശ്രേയയാണെങ്കിൽ തന്റെ കാമുകനായ കരണിനെ കാണുവാനായിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു വൈനും വാങ്ങി അവന്റെ ഓഫീസിലേക്ക് വന്നു. എന്നാൽ അവിടെ വെച്ച് ശ്രേയെ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. ശ്രേയയുടെ പ്രിയപ്പെട്ട കാമുകൻ മറ്റൊരു പെൺകുട്ടിയുമായി ഇരിക്കുന്നത്. അവർ തമ്മിൽ റിലേഷനിലായിരുന്നു. അത് കണ്ടതും ദേഷ്യം വന്ന ശ്രേയയാണെങ്കിൽ ആ വൈൻ ബോട്ടിൽ അവിടെ എറിഞ്ഞു പൊട്ടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. ഒരു വശത്ത് സിദ്ധാർത്ഥ് ബ്രേക്കപ്പ് ആയിരിക്കുന്നു. മറ്റൊരു വശത്ത് ശ്രേയ ബ്രേക്കപ്പ് ആയിരിക്കുന്നു. രണ്ടുപേരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുന്നു. എന്നാൽ സിദ്ധാർത്ഥിനാണെങ്കിൽ എങ്ങനെയെങ്കിലും പുതിയൊരു ബിസിനസ് ആരംഭിക്കണം, തന്റെ കരിയറിൽ ഗ്രോത്ത് കൊണ്ടുവരണം എന്നാണ് പ്ലാൻ. മറ്റൊരു വശത്ത് ശ്രേയയ്ക്കാണെങ്കിൽ കരണിനെ രജിസ്റ്റർ മാരേജ് ചെയ്തു പോയി. അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, തനിക്ക് നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. അങ്ങനെ ആ ഒരു സങ്കടത്തിലിരിക്കുന്ന ശ്രേയയും കൂട്ടി അവളുടെ കൂട്ടുകാരിയാണെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകും. അവിടെ ഒരു കുഞ്ഞിനെ ശ്രേയ എടുത്ത് കളിപ്പിക്കുകയുണ്ടായി. കുഞ്ഞിനെ കണ്ടതും അവളുടെ മനസ്സിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു. എന്തെന്നാൽ തനിക്കും ഒരു കുഞ്ഞു വേണം. പക്ഷേ അതിന് ആണിന്റെ സഹായം വേണ്ട. ആണുങ്ങൾ ആരെയും തനിക്ക് വിശ്വാസവുമില്ല. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം അവളുടെ മനസ്സിൽ വളർന്നു വന്നുകൊണ്ടേയിരുന്നു. ഉടനെ തന്നെ അവൾ ഒരു ഫെർട്ടിലിറ്റി സെന്ററിലേക്കും പോകും. എന്നിട്ട് ഡോക്ടറിനോട് ആ ഒരു ആവശ്യം പറയും. തനിക്കൊരു കുഞ്ഞു വേണം, പക്ഷേ അതിന് ആണിന്റെ സഹായം വേണ്ട. ആണുങ്ങൾ ആരും തനിക്ക് വിശ്വാസമേ ഇല്ല എന്ന് ഡോക്ടറിനോട് പറഞ്ഞു. IVF ട്രീറ്റ്മെന്റ് ചെയ്താലോ എന്ന് ശ്രേയ ചോദിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിക്ക് IVF ചെയ്തു കൊടുക്കാനാകില്ല എന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടിയും. വേറെ വഴിയില്ലാതെ കരണിന്റെ സഹായം തേടുവാനായും ശ്രേയ തീരുമാനിച്ചു. അങ്ങനെയാണ് കരണിന് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല എന്നൊരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി IVF ചെയ്യുവാനായും അവൾ തീരുമാനിച്ചതും സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ IVF ചെയ്യുവാനായിട്ട് ടേബിളിൽ കിടക്കുന്ന ശ്രേയയെ കാണിക്കുന്നതും. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ശ്രേയ അങ്ങനെ പ്രഗ്നന്റുമാകുന്നു. പക്ഷെ വീട്ടിൽ ആർക്കും അറിയില്ല. സമയമനുസരിച്ച് ശ്രേയ അത് അച്ഛനെയും അമ്മയെയും അവതരിപ്പിച്ചു. എന്നാൽ വീട്ടുകാർ കരുതിയത് കരണിന്റെ കുഞ്ഞായിരിക്കും അതെന്ന്. പക്ഷെ ശ്രേയ പറയും, ഇത് കരണിന്റെ കുഞ്ഞല്ല, ഞാൻ IVF ചെയ്തതാണ്. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് പോലും എനിക്കറിയില്ല എന്നുള്ള കാര്യം ശ്രേയ പറയും. അത് കേട്ട് വീട്ടുകാർ തന്നെ ഞെട്ടിപ്പോവുകയാണ്. വീട്ടുകാർക്ക് അത് വല്ലാത്തൊരു നാണക്കേടായി. ആയതിനാൽ ശ്രേയ വീട്ടിൽ നിന്നും അമ്മ അടിച്ചിറക്കി വിടുകയും ചെയ്തു. പിന്നീട് ശ്രേയ തന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് താമസിച്ചതും. ഒരിക്കൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ശ്രേയ ഒരു ന്യൂസ് ശ്രദ്ധിക്കുന്നു. സീരിയൽ കില്ലർമാരൊക്കെ അവരുടെ സ്പേം ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ട് അവൾ ഞെട്ടിപ്പോകും. ഉടനെ തന്നെ ശ്രേയയ്ക്ക് തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരെന്നുള്ള ചിന്ത വരുന്നു. ടെൻഷനായ ശ്രേയ ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് സ്പേം ഡൊണേറ്റ് ചെയ്ത ആ ഒരു ഡോണറിന്റെ ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഡോക്ടർ ആ ഒരു ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. ശ്രേയയ്ക്ക് പരിചയമുള്ള ഡോക്ടർ ആയതിനാലാണ് അങ്ങനെ അവർ പറഞ്ഞു കൊടുത്തതും. അവസാനം ശ്രേയ ആ ഒരു അഡ്രസ്സ് വെച്ച് എത്തിപ്പെട്ടത് ആ ഒരു ബാറിലേക്കായിരുന്നു. സിദ്ധാർത്ഥ് കൊടുത്ത ആ ഒരു ബാറിലേക്ക്. സിദ്ധാർത്ഥ് കൊടുത്തതും കള്ളപ്പേരും കള്ള അഡ്രസ്സുമായിരുന്നല്ലോ. സിദ്ധാർത്ഥ് ജെയിംസ് എന്നതിന് പകരം S ജെയിംസ് എന്നാണല്ലോ സിദ്ധാർത്ഥ് കൊടുത്തിരിക്കുന്നതും. ബാറിലെത്തിയതും ശ്രേയയ്ക്കൊരു കാര്യം മനസ്സിലായി. ആ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും പേരുമെല്ലാം കള്ളമാണ്. അപ്പോൾ ആ ആളും ഒരു കള്ളനായിരിക്കാനാണ് ചാൻസ് എന്ന് ശ്രേയയ്ക്ക് തോന്നുന്നു. അതേസമയം തന്നെ ബാറിൽ സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ദൂരെ നിന്ന് തന്നെ ശ്രേയയെ കാണും. ശ്രേയയെ കണ്ടതും അവന് പരിചയമുള്ളത് പോലെ തന്നെ തോന്നും. എന്തെന്നാൽ അന്ന് രാവിലെ ഈ ശ്രേയയാണെങ്കിൽ ഒരു ആർക്കിടെക്ചർ ആണല്ലോ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനായി വന്നിരുന്നു. ആ ഒരു മീറ്റിംഗിൽ സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. ശ്രേയയുടെ പ്രസന്റേഷൻ സിദ്ധാർത്ഥിന് ഒരുപാട് ഇഷ്ടമായി. അവളോട് ചെറിയൊരു ക്രഷൊക്കെ സിദ്ധാർത്ഥിന് തോന്നിയിരുന്നു. അതേ ശ്രേയയെ തന്നെയാണല്ലോ ഇപ്പോൾ ബാറിൽ വെച്ച് കണ്ടിരിക്കുന്നതും. സിദ്ധാർത്ഥ് ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് പോകും. ഇന്ന് രാവിലെ നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ വെച്ച് പരിചയപ്പെടുകയാണ്.
ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനെ തിരക്കിയാ വന്നത്, അവന് സർപ്രൈസ് കൊടുക്കാൻ. എന്നാൽ ദേ ഇപ്പോൾ എനിക്ക് സർപ്രൈസ് കിട്ടിയിരിക്കുക എന്ന് ശ്രേയ പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥ് ശ്രേയയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരും. സിദ്ധാർത്ഥിന്റെ വീട്ടില് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാത്രമാണുള്ളത്. അമ്മ മരിച്ചുപോയി. അത് ശ്രേയ മനസ്സിലാക്കി. സിദ്ധാർത്ഥിന്റെ അച്ഛനോട് ചോദിക്കും, ഒരു സിംഗിൾ പേരന്റ് ആയിട്ട് എങ്ങനെയാ മകനെ ഇത്രയും വർഷം വളർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത്, അത് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടാണ് അവനെ ഇത്രയും നിലയിൽ എത്തിച്ചതെന്നും അച്ഛൻ പറയുന്നത് കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു ശ്രേയ. അതേസമയം അവിടേക്ക് സിദ്ധാർത്ഥ് വരും. സിദ്ധാർത്ഥും ശ്രേയയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സിദ്ധാർത്ഥും തന്റെ കാമുകിയായ നിരുപമയും തമ്മിൽ ബ്രേക്കപ്പ് ആയ റീസൺ പറയും. നിരുപമയ്ക്കാണെങ്കിൽ കുട്ടികൾ വേണമെന്ന ആഗ്രഹം, എന്നാൽ സിദ്ധാർത്ഥിനാണെങ്കിൽ കുട്ടികളെ വേണ്ട എന്ന ആഗ്രഹം. ആ ഒരു കാരണത്തിലാണ് തങ്ങൾ ബ്രേക്കപ്പ് ആയതെന്നും സിദ്ധാർത്ഥ് പറയുന്നു. അത് കേട്ട് ശ്രേയയ്ക്ക് ടെൻഷനാകും. എന്തെന്നാൽ കുട്ടികളെ ഇഷ്ടമല്ലാത്ത സിദ്ധാർത്ഥിന്റെ വീട്ടില് ദേ ഇപ്പോൾ IVF ചെയ്ത് പ്രഗ്നന്റ് ആയിട്ട് വന്ന് നിൽക്കുകയാണല്ലോ ശ്രേയ. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് കരുതി അടുത്ത ഫ്ലൈറ്റിൽ തന്നെ തന്റെ നാട്ടിലേക്കും പോകും. പിന്നീട് അത് കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ശ്രേയ ഒരു സുന്ദരനായ കുഞ്ഞിന് ജന്മവും നൽകി തന്റെ ബന്ധുവിനൊപ്പം ചേർന്ന് ആ ഒരു കുഞ്ഞിനെയും വളർത്തി ജീവിക്കുകയാണ്. ശ്രേയ ഒരു ആർക്കിടെക്ചർ ആണല്ലോ. അവളുടെ കമ്പനിയിലേക്ക് പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ഒരു വലിയ കമ്പനി തന്റെ 7 ബ്രാഞ്ചുകൾ സ്ഥാപിക്കുവാനായി പോവുകയാണ്. അതിന്റെ പ്രോജക്റ്റ് ആരെടുക്കുന്നോ അവർക്ക് അതിന്റെ പാർട്ണറായിട്ട് ചേരാനുള്ള ഒരു അവസരവും ഉണ്ടെന്ന് പറയും. ആ ഒരു വലിയ ഓഫർ കിട്ടിയത് ശ്രേയയ്ക്കായിരുന്നു. ശ്രേയയ്ക്കും ഒരുപാട് സന്തോഷമായി. മറ്റൊരു വശത്ത് ശ്രേയയുടെ മകനായ പാർത്ഥനെ കാണിക്കും. പാർത്ഥൻ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ്. ക്ലാസ്സിൽ ടീച്ചറാണെങ്കിൽ കുട്ടികളോട് അവരുടെ അച്ഛനെയും അമ്മയെയും പറ്റിയൊക്കെ പറയുവാനായി പറഞ്ഞു. എന്നാൽ പാർത്ഥൻ പറയുന്നത്, എനിക്ക് അമ്മ മാത്രമാണുള്ളത്. എന്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത സമയത്ത് അതിൽ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അതെല്ലാം കേട്ട് ബാക്കിയുള്ള കുട്ടികൾ അവനെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. സങ്കടപ്പെട്ടിരിക്കുകയാണ് പാർത്ഥൻ. മറ്റൊരു വശത്ത് സിദ്ധാർത്ഥ് ആണെങ്കിൽ ജോലി സംബന്ധമായി ബാംഗ്ലൂരിലേക്കും എത്തും. ഇതേ ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു ശ്രേയ താമസിക്കുന്നതും. ശ്രേയ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ സിദ്ധാർത്ഥും താമസിക്കുവാനായി എത്തി. പക്ഷെ ഇവർ പരസ്പരം കാണുന്നില്ല. ഒരിക്കൽ പാർത്ഥൻ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു. പാർത്ഥന്റെ കയ്യിലിരുന്നപ്പോൾ അറിയാതെ സിദ്ധാർത്ഥിന്റെ ദേഹത്ത് വന്ന് വീഴും. കുട്ടികളെ ഇഷ്ടമല്ലാത്ത സിദ്ധാർത്ഥാണെങ്കിൽ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് പാർത്ഥന്റെ ബോൾ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അത് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു പാർത്ഥൻ. മാത്രമല്ല പാർത്ഥന് സിദ്ധാർത്ഥിനോട് നല്ല ദേഷ്യവുമുണ്ട്. അമ്മയായ ശ്രേയ വന്നിട്ട്, എടാ എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ചെയ്ത കാര്യം പാർത്ഥൻ തുറന്നു പറയുന്നു. എന്നാൽ സിദ്ധാർത്ഥാണെന്ന് ശ്രേയയ്ക്ക് അറിയത്തില്ലല്ലോ. ആരാത്, നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ പാർത്ഥനെയും കൂട്ടി സിദ്ധാർത്ഥിന്റെ ഫ്ളാറ്റിലേക്ക് വന്നു. കതക് തുറന്നപ്പോൾ ശ്രേയ ഞെട്ടി. ദേ നിൽക്കുന്നു തന്റെ പഴയ ഫ്രണ്ടായ സിദ്ധാർത്ഥ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടതിനാൽ അവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുമുണ്ട്. അത് കണ്ട് ദേഷ്യപ്പെട്ട് പാർത്ഥി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം വിശ്വമിത്ര കമ്പനിയുടെ മീറ്റിംഗിന് വേണ്ടിയിട്ട് ശ്രേയ പോവുകയായിരുന്നു. അതേ കമ്പനി മീറ്റിംഗിന് തന്നെ സിദ്ധാർത്ഥും എത്തിയിരുന്നു. അതിൽ ആർക്കിടെക്ചർ ആകുന്ന ആൾക്ക് പാർട്ട്ണർ ആകാനുള്ള അവസരവും കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശ്രേയയുടെ കമ്പനിയിൽ നിന്നും സെലക്ട് ചെയ്തത് ശ്രേയയായിരുന്നു. അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ കമ്പനിയിൽ നിന്നും സെലക്ട് ചെയ്തത് സിദ്ധാർത്ഥിനെയുമായിരുന്നു. പല പല കമ്പനിയിൽ നിന്നും ഒരുപാട് പേരും എത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ കണ്ട ശ്രേയ മനസ്സിലാക്കും, ഓ അപ്പോൾ നമ്മൾ തമ്മിലാണല്ലേ ഇനി മത്സരം എന്ന് അവൾ ചിന്തിക്കും. എങ്ങനെയും ആ ഒരു ഓഫർ നേടിയെടുക്കണമെന്നാണ് ശ്രേയയുടെ മനസ്സിൽ. ശ്രേയയാണെങ്കിൽ സിദ്ധാർത്ഥിനെയും കൂട്ടി കോഫി ഷോപ്പിലേക്ക് വരും. എന്നിട്ട് അവർ ആ ഒരു കാര്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിലാണല്ലേ ഇനി മത്സരം. സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എങ്കിൽ നോക്കാം ആര് ജയിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വെല്ലുവിളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. മറ്റൊരു വശത്ത് ശ്രേയയുടെ മകനായിട്ടുള്ള പാർത്ഥിപനുണ്ടല്ലോ, അവന് സ്കൂളിൽ ആകെ കളിയാക്കൽ തന്നെ. എന്തെന്നാൽ കുട്ടികളെല്ലാവരും നീ ഒരു ടെസ്റ്റ് ട്യൂബ് ബേബിയാണ് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി ചിരിക്കും. വീട്ടിലെത്തിയ പാർത്ഥിയാണെങ്കിൽ അമ്മയോട് താനൊരു ടെസ്റ്റ് ട്യൂബ് ബേബിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രേയയ്ക്ക് എന്ത് പറയാൻ പറ്റും. അവൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. ശ്രേയയ്ക്ക് വല്ലാത്ത ടെൻഷനാകുന്നു. അവൾ ആ ബന്ധുവിനോട് എന്റെ മകൻ ഇങ്ങനെ ചോദിക്കുന്നു, ഞാനിനി എന്ത് ചെയ്യാനാ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുമുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പാർത്ഥി വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതും. അതെല്ലാം ശ്രേയ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നാൽ തന്റെ മകനെ കൂടാതെ മറ്റൊരു ടെൻഷൻ കൂടി ശ്രേയയ്ക്കുണ്ട്. എന്തെന്നാൽ ആ ഒരു കമ്പനിയുടെ ഓഫർ എങ്ങനെയെങ്കിലും തനിക്ക് കിട്ടണം. പക്ഷേ മത്സരിക്കുന്നത് തന്റെ ഏറ്റവും നല്ല സുഹൃത്തായ സിദ്ധാർത്ഥും. അതെങ്ങനെ സാധിക്കും എന്ന ടെൻഷനാണ് അവൾക്ക്. പക്ഷേ മറ്റൊരു വശത്ത് സിദ്ധാർത്ഥിന് ശ്രേയയോട് ചെറിയ ക്രഷ് ഉണ്ട്. അത് കാരണം ശ്രേയയോട് മത്സരിക്കുന്നതിന് ചെറിയ വിഷമമാണ് സിദ്ധാർത്ഥിനും. ഒരിക്കൽ സിദ്ധാർത്ഥ് ലിഫ്റ്റിൽ കയറിയ സമയത്ത് അതേ ലിഫ്റ്റിൽ തന്നെ പാർത്ഥിയും കയറുകയാണ്.
എന്നാൽ പാർത്ഥിയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാ ബട്ടണിലും പ്രസ് ചെയ്യുന്നത് കാരണം ലിഫ്റ്റിന് ആകെ പ്രശ്നം. അത് കണ്ട് സിദ്ധാർത്ഥം ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. തന്റെ മനസ്സിലുള്ള ദേഷ്യം എങ്ങനെയെങ്കിലും അടക്കിക്കൊണ്ടാണ് സിദ്ധാർത്ഥം നിൽക്കുന്നതും. അന്നേ ദിവസം പാർത്ഥിയെ കാണാനില്ല. ശ്രേയ അപ്പാർട്ട്മെന്റിൽ എല്ലാവരുടെ അന്വേഷിച്ചു. പക്ഷെ ആരും തന്നെ പാർത്ഥിയെ കണ്ടിട്ടേയില്ല. വിവരമറിഞ്ഞ സിദ്ധാർത്ഥ് പാർത്ഥിയെ അന്വേഷിക്കും. പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തു. അവനെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സിദ്ധാർത്ഥ് പാർത്ഥിയെ കണ്ടെത്തും. അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. കരഞ്ഞു തളർന്നിരിക്കുന്ന ശ്രേയാണെങ്കിൽ നീ എവിടെ പോയിരുന്നടാ എന്ന് ചോദിച്ച് അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ഇനി അമ്മയെ വിഷമിപ്പിക്കുന്നത് പോലെ ഇതുപോലെ ഒരു കാര്യങ്ങളും ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞ് വിരട്ടിയിട്ടാണ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകുന്നത്. പാർത്ഥിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി സിദ്ധാർത്ഥാണെങ്കിൽ അടുത്ത ദിവസം മുതൽ അവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുവാനായി തുടങ്ങുകയാണ്. അവന് ആവശ്യമുള്ള ഫുട്ബോളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്ത് അവന് ഫുട്ബോൾ പ്രാക്ടീസ് ഒക്കെ കൊടുക്കും. ഒരു വശത്ത് പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള ടെൻഷൻ, മറ്റൊരു വശത്ത് പാർത്ഥിക്കുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് സിദ്ധാർത്ഥന്റെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്നു. സിദ്ധാർത്ഥുമായിട്ടുള്ള സഹകരണം പാർട്ടിയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു ശ്രേയ. ശ്രേയയ്ക്കടുത്തേക്ക് സിദ്ധാർത്ഥം വന്നിരിക്കും. അങ്ങനെ ശ്രേയ തന്റെ കഥകളെല്ലാം അവനോട് തുറന്നു പറയുവാനായും തീരുമാനിച്ചു. ഇവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ വിവാഹം കഴിഞ്ഞു, ഡിവോഴ്സായി, എന്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തുന്നു എന്നൊക്കെയാ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ 8 വർഷങ്ങൾക്ക് മുൻപ് IVF ട്രീറ്റ്മെന്റ് എടുത്തു. അതിലൂടെ ജനിച്ച കുഞ്ഞാണ് പാർത്ഥി. അല്ലാതെ ഞാൻ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ അച്ഛനും അമ്മയും എന്നോട് മിണ്ടാറേയില്ല. അവർ 8 വർഷം മുൻപ് എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് എന്നുള്ള കാര്യമൊക്കെ പറയും. അത് കേട്ട സിദ്ധാർത്ഥ് പറയുന്നത്, എന്ത് ബോൾഡായിട്ടുള്ള തീരുമാനമാണ് നിങ്ങളുടേത്. ഈ കുഞ്ഞിന്റെ അച്ഛനെ കണ്ടുപിടിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല എന്നും ശ്രേയ പറയും. ഒരിക്കൽ ശ്രേയയ്ക്ക് ജോലി സംബന്ധമായി ബാംഗ്ലൂരിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ പാർത്ഥിയെ നോക്കുന്ന കാര്യം ആകെ കഷ്ടത്തിലാണ്. എന്തെന്നാൽ ശ്രേയയുടെ ബന്ധുവിന് സുഖമില്ലാതെ കിടക്കുന്നു. വിവരമറിഞ്ഞ സിദ്ധാർത്ഥ്, ഞാനും ബാംഗ്ലൂരിലേക്ക് പോവുകയാ, നിങ്ങളും കൂടി എന്നോടൊപ്പം വാ, നമുക്ക് 3 പേർക്കും കൂടി പോകാമെന്ന് പറഞ്ഞ് ശ്രേയയും പാർത്ഥിയും കൂട്ടി സിദ്ധാർത്ഥ് ബാംഗ്ലൂരിലേക്കും പോയി. അന്നേ ദിവസം ശ്രേയ താമസിച്ചത് സിദ്ധാർത്ഥിന്റെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് പാർത്ഥിയും സിദ്ധാർത്ഥിന്റെ അച്ഛനും നല്ല കമ്പനിയാവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സിദ്ധാർത്ഥിന്റെ കൂട്ടുകാരനായ ഗൗഡയാണെങ്കിൽ നിരുപമയെ കാണുകയാണ്. നിന്നെ കാരണം ഇന്നും വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണ് സിദ്ധാർത്ഥ് എന്നൊക്കെ നിരുപമയോട് അവൻ പറയുന്നു. അടുത്ത ദിവസം തന്നെ നിരുപമയാണെങ്കിൽ സിദ്ധാർത്ഥിനെ കാണുവാനായിട്ട് ഗൗഡയോടൊപ്പം സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്കും എത്തി. നിരുപമയെ കണ്ടതും സിദ്ധാർത്ഥിന് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. കാരണം അവനെ ചതിച്ചിട്ട് പോയതല്ലേ അവൾ. അവളോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സിദ്ധാർത്ഥിനടുത്തേക്ക് ഓടി വന്ന് അവൾ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയും. അന്നത്തെ ആ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ, എനിക്ക് നിന്നെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്, നീ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നിൽക്കുന്നെന്ന് ഗൗഡ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാണ് അവൾ കെട്ടിപ്പിടിച്ച് കരയുന്നതും. എന്നാൽ അതെല്ലാം ശ്രേയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രേയയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. നിരുപമയും അവരോടൊപ്പം അവിടെ കൂടുകയാണ്. അന്നേ ദിവസം തന്നെ പാർത്ഥി സിദ്ധാർത്ഥിന്റെ അടുത്തെത്തിയിട്ട് എനിക്ക് ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടി. അത് കേട്ട് സിദ്ധാർത്ഥിനും ഒരുപാട് സന്തോഷമായി. നാളെ എന്റെ ബർത്ത്ഡേയാ, പാർട്ടിയുണ്ട്, അതിന് വരണേ എന്ന് ക്ഷണിച്ചിട്ടാണ് പാർത്ഥി അവിടെ നിന്ന് പോകുന്നതും. സിദ്ധാർത്ഥും പാർത്ഥിയും അത്രയും അടുത്തിടപഴകി സംസാരിക്കുന്നതെല്ലാം നിരുപമ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രവുമല്ല അന്നേ ദിവസം വൈകിട്ട് സിദ്ധാർത്ഥും ശ്രേയയും പാർത്ഥിയും ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നതും പാർത്ഥി ശ്രേയയോടൊക്കെ ഒരുപാട് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നതും നിരുപമ ശ്രദ്ധിക്കുന്നു. പക്ഷെ അവൾക്കതൊന്നും അത്ര ഇഷ്ടമാകുന്നതേയില്ല. അടുത്ത ദിവസം സിദ്ധാർത്ഥ് പാർട്ടിക്ക് പോകുവാനായിട്ട് റെഡിയാവുകയായിരുന്നു. നിരുപമ അവിടേക്ക് വന്നിട്ട് നമുക്ക് പുറത്ത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് പറ്റില്ല, ഞാൻ പാർട്ടിയുടെ ബർത്ത്ഡേക്ക് പോവുകയാണെന്നായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞതും. ഇപ്പോൾ എന്താ നിനക്ക് ഇത്ര മാറ്റം? നിന്റെ സ്വഭാവത്തിൽ ഈ ഒരു ചേഞ്ച് ഞാൻ കണ്ടിട്ടേയില്ല. നിനക്ക് പ്രണയം വരുമ്പോഴാണ് നിനക്ക് ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുന്നത്. സത്യം പറ, നീ ശ്രേയയെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ നിരുപമയ്ക്ക് കാര്യം മനസ്സിലായി, സിദ്ധാർത്ഥിന് അവളെ ഇഷ്ടമാണെന്ന്. നിരുപമ പിന്നീട് അവിടെ താമസിക്കുവാനായി കൂട്ടാക്കിയില്ല. അവൾ അവളുടെ സാധനവും എടുത്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ സിദ്ധാർത്ഥ് പാർട്ടിക്കെത്തി. ബർത്ത്ഡേ പാർട്ടിക്കെത്തിയ സിദ്ധാർത്ഥിനെ കണ്ട് പാർട്ടിക്ക് ഒരുപാട് സന്തോഷമായി. പാർട്ടിയുടെ സന്തോഷം കാണുന്ന ശ്രേയയുടെ ബന്ധു ചോദിക്കും, സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ പാർട്ടിയുടെ സന്തോഷം കണ്ടില്ലേ, നിങ്ങൾക്ക് 2 പേർക്കും അങ്ങ് വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രേയ പറഞ്ഞത് അതൊന്നും ഒരിക്കലും നടക്കത്തില്ല, സിദ്ധാർത്ഥിന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നായിരുന്നു പറഞ്ഞതും. സിദ്ധാർത്ഥ് നേരെ വാഷ്റൂമിലേക്ക് പോയി. ശ്രേയയുടെ റൂമിലുള്ള വാഷ്റൂമിലേക്കാണ് പോയതും. സിദ്ധാർത്ഥ് അവിടെ വെച്ച് ശ്രേയയുടെ ലാപ്ടോപ്പ് കാണുന്നു. അതിൽ അവളുടെ ആ ഒരു പ്രോജക്റ്റ് സംബന്ധിച്ച കാര്യമാണ് കണ്ടത്. സിദ്ധാർത്ഥിനപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു പ്രോജക്റ്റിലെ കൊട്ടേഷൻ എല്ലാം എഡിറ്റ് ചെയ്ത് അവൾക്ക് പ്രോജക്റ്റ് കിട്ടും വിധമാക്കി കൊടുക്കുവാനായിട്ട്
ചെയ്യാനായിട്ട് അവൻ തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ശ്രേയ റൂമിലേക്ക് വന്നു. ശ്രേയ ഉടനെ തന്നെ സിദ്ധാർത്ഥിനെ തെറ്റിദ്ധരിച്ചു. ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്റെ മകനുമായി കൂട്ടുകൂടിയത്? ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടല്ലേ, എന്റെ കൊട്ടേഷൻ എന്തെന്ന് അറിയുവാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രേയ വല്ലാതെ ബഹളമുണ്ടാക്കും. സിദ്ധാർത്ഥാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നതും. സിദ്ധാർത്ഥ് എത്രത്തോളം അവളെ പറഞ്ഞു മനസ്സിലാക്കുവാനായി ശ്രമിക്കുമെങ്കിലും ഒന്നും നടക്കുന്നതേയില്ല. ശ്രേയ വല്ലാതെ ദേഷ്യത്തിലും. ശ്രേയയോട് സിദ്ധാർത്ഥിന് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ശ്രേയയുടെ ആ പ്രവൃത്തി ഇഷ്ടമാകാത്ത സിദ്ധാർത്ഥാണെങ്കിൽ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ താമസം മാറി ബാംഗ്ലൂരിലേക്ക് പോകും. അടുത്ത ദിവസം കമ്പനിയിലെത്തി ശ്രേയ ഒരു കാര്യം അറിയുകയാണ്. സിദ്ധാർത്ഥ് ആ ഒരു പ്രോജക്റ്റിൽ നിന്നും പിന്മാറി. അതിന്റെ കൊട്ടേഷൻ എല്ലാം ശ്രേയയുടെ കമ്പനിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞതും. അപ്പോൾ സിദ്ധാർത്ഥ് തന്നെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നും ശ്രേയയ്ക്ക് മനസ്സിലായി. താൻ എന്ത് തെറ്റാ കാണിച്ചതെന്ന കുറ്റബോധത്തിലിരിക്കുകയായിരുന്നു ശ്രേയ. അതേസമയം വീട്ടിലെത്തിയ ശ്രേയയാണെങ്കിൽ പാർത്തിയെ കാണാനില്ല എന്ന വിവരം അറിയുന്നു. അവൾ അവിടെയെല്ലാം അന്വേഷിച്ചു, പക്ഷെ പാർത്തിയെ കാണുന്നില്ല. സിദ്ധാർത്ഥിനെ വിളിക്കാമെന്ന് കരുതിയ ശ്രേയയുടെ മനസ്സിലെ കുറ്റബോധം അതിന് സമ്മതിച്ചില്ല. എന്നാൽ പാർത്തി എവിടെയാണ് പോയിരിക്കുന്നതെന്നാൽ ബാംഗ്ലൂരിൽ ഫുട്ബോൾ ടൂർണമെന്റിന് പങ്കെടുക്കുവാനായിട്ടാണ് പോയിരിക്കുന്നതും സിദ്ധാർത്ഥും അവിടെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിനൊപ്പമാണ് ഇപ്പോൾ പാർത്തിയുള്ളതും. വിവരമറിഞ്ഞ ശ്രേയയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകും. അവിടെ വെച്ച് സിദ്ധാർത്ഥിനെ കാണുകയാണ്. താൻ ചെയ്തുപോയ തെറ്റിന് അവനോട് മാപ്പും ചോദിക്കുന്നു. എന്നാൽ സിദ്ധാർത്ഥ പറയുന്നത്, നിന്നെ കണ്ടതിന് ശേഷമാണ് ജീവിതത്തിൽ എത്രമാത്രം ധൈര്യത്തോടു കൂടി ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് സ്വന്തമായി നേരിടണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത്. നീ അത്രയ്ക്കും ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് ജോലി ഉപേക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ധൈര്യം നീയാണ്. നിന്നെ കണ്ടതിനു ശേഷമാണ് ആ ഒരു ധൈര്യം എനിക്ക് വന്നതും. 8 വർഷമായി ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, പക്ഷെ ഇതുവരെയും നടന്നില്ല. ഒരു സ്പേം ഡോണറിനെ നീ പ്രഗ്നന്റ് ആയി, നീ ഒരു കുഞ്ഞിനെ വളർത്തി ധൈര്യമായി ജീവിക്കുന്നു. നിന്നെ കണ്ടതിനു ശേഷമാ എനിക്ക് ധൈര്യം വന്നത് തന്നെ. നിന്നെയും ഭാരതിയെയും കാണാതെ എനിക്ക് ജീവിക്കാനാകത്തില്ല. ഞാൻ ഒറ്റയ്ക്കൊരു ഫേമൊക്കെ ആരംഭിച്ചതിനു ശേഷം നിങ്ങളെ കാണാൻ വരാമെന്ന കരുതിയത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് തന്റെ പ്രണയം ശ്രേയയോട് തുറന്നു പറഞ്ഞു. അവർ രണ്ടുപേരും വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചു. സിദ്ധാർത്ഥിന്റെ ആ ഒരു പ്രപ്പോസൽ ശ്രേയ അക്സെപ്റ്റും ചെയ്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടായ സേതുവാണെങ്കിൽ തനിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല സേതുവിന്റെ സ്പേം ഉപയോഗിച്ച് IVF വഴി അവർക്കൊരു കുഞ്ഞും ജനിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹം കഴിക്കുവാൻ പോകുന്ന സമയം ആ വിവാഹത്തിന് പങ്കെടുക്കുവാനായിട്ട് സിദ്ധാർത്ഥും ശ്രേയയും പാർത്ഥിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സേതു സിദ്ധാർത്ഥിനോട് പറയും, ആ IVF ബാങ്കില്ലേ, അവിടെ വെച്ച് നമ്മുടെ സ്പേം എല്ലാം കൊളാപ്സായി, ഞാനാ പോയി കറക്റ്റ് ചെയ്ത് കൊടുത്തത് എന്ന് പറയുമ്പോൾ അത് കേട്ട ശ്രേയയാണെങ്കിൽ ഏത് സ്പേമിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഒന്നുമില്ല, അവൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ ഒഴിവാക്കി വിടുകയാണ് സിദ്ധാർത്ഥ്. അവസാനം വരെ പാർത്ഥ് തന്റെ കുഞ്ഞാണെന്ന് സിദ്ധാർത്ഥ് അറിയുന്നതേയില്ല. അതൊന്നും അറിയാതെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് സിദ്ധാർത്ഥ് അവനെ വളർത്തുവാനായും തീരുമാനിക്കുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.